ശബരിമലയിൽ തീർത്ഥാടകരുടെ ഒഴുക്ക് തുടരുന്നു. വൈകിട്ട് 7 മണിവരെ 61,829 തീർത്ഥാടകർ ദർശനം നടത്തി. അതേസമയം ADM-മായി ചർച്ച നടത്തിയതിനെ തുടർന്ന് ഡോളി സമരം അവസാനിച്ചു. സുജു ടി ബാബു ചേരുന്നു. സുജു, വളരെ സുഗമമായി ശബരിമല തീർത്ഥാടനം പുരോഗമിക്കുന്നു. കഴിഞ്ഞ 2 ദിവസം വലിയ മഴയൊക്കെയായിരുന്നു. അതുകൊണ്ട് തീർത്ഥാടകരുടെ എണ്ണത്തിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? വിശദാംശങ്ങൾ. ഷമി, ശബരിമലയിൽ മഴയും വെയിലും ഒന്നും തീർത്ഥാടനത്തെ ബാധിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. കാരണം ഇന്നലെ മഴ പെയ്ത ദിവസം 86,000 തീർത്ഥാടകർ എത്തിയ ഒരു ദിവസം കൂടിയായിരുന്നു ഇന്നലെ. ഇന്നും തീർത്ഥാടകരുടെ ഒഴുക്ക് നല്ല രീതിയിലുണ്ട്. കാരണം നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ശബരിമല 18-ാം പടിക്ക് മുമ്പിൽ ആൽമറ ചവിട്ടിൽ, അത് ആഴിക്ക് സമീപമായി 18-ാം പടി ചവിട്ടാൻ കാത്തു നിൽക്കുന്ന തീർത്ഥാടകരുടെ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. നല്ല രീതിയിൽ തന്നെ തീർത്ഥാടകരുടെ എണ്ണമുണ്ട്. 18-ാം പടി സുഗമമായി തീർത്ഥാടകർ കടന്നെത്തുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. ഷമി സൂചിപ്പിച്ചതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ തിരക്ക് വർദ്ധിക്കുന്നത്, പ്രതിദിനം 80,000-ലധികം തീർത്ഥാടകർ ദിവസവും എത്തുമ്പോഴും തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുമ്പോഴും ഒരു തരത്തിലും അത് തീർത്ഥാടനത്തെയോ അവരുടെ സുഖ ദർശനത്തെയോ ബാധിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടതായിട്ടിരിക്കുന്നത്. അത്രയധികം തരത്തിൽ തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുന്നു. എല്ലാ സംവിധാനങ്ങളും, അടിസ്ഥാന സംവിധാനം, അത് ചുക്കുകാപ്പി വിതരണത്തിലാകട്ടെ, ചുക്കുവെള്ളം വിതരണത്തിലാകട്ടെ, ബിസ്ക്കറ്റ് വിതരണത്തിലാകട്ടെ, എല്ലാ മേഖലയിലും അത് കൃത്യമായി തന്നെ തീർത്ഥാടകർക്ക് കൊടുക്കാൻ സാധിക്കുന്നു. അതാണ് ഇത്തവണ ഈ ശബരിമല ദർശനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. അതായത് കൃത്യമായി എന്താണോ തീർത്ഥാടകർ ആഗ്രഹിക്കുന്നത് അത് ലഭിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ, അതുപോലെ ദേവസ്വം ബോർഡും എല്ലാം തന്നെ പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആദ്യം ഈ മണ്ഡലകാലം ആരംഭിക്കുന്ന സ്പോട്ട് ബുക്കിങ്ങിനെ പറ്റി ചില അപഖ്യാതികളൊക്കെ ചില ആളുകൾ പറയുകയും അതൊരു മുതലെടുക്കാൻ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഈ മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ അത്തരം ശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് തീർത്ഥാടകരോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾ എവിടെ നിന്ന് എത്തിയ ആൾക്കാരാണ്? ഞാൻ നോർത്ത് പറവൂർ. എങ്ങനെയുണ്ട് ഒരു വരവ്? എല്ലാം നല്ല സുഖമായിരുന്നു. പമ്പ മുതലുള്ള തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പമ്പിലൊക്കെ നല്ല സൗകര്യം ഉണ്ടായിരുന്നു. ചുക്കുകളൊക്കെ കിട്ടിയോ? ഉണ്ടായിരുന്നു. വഴികളെല്ലാം ചുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിശ്രമിച്ച് വരാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഇരിക്കാനുള്ള സൗകര്യമൊക്കെ മുൻ വർഷത്തേക്കാൾ കൂടുതലായിട്ടുണ്ടായിരുന്നു. ടോയ്ലറ്റൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു. അത്യാവശ്യം നല്ല രീതി തന്നെ ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. ഒരുമിച്ച് വരുന്ന ആൾക്കാരാണോ? അല്ല, വൈക്കത്തുനിന്ന്. എവിടാ ഇവിടുന്ന് ചേട്ടൻ തീർത്ഥാടകർ തന്നെ പറയുന്നത് അവർക്ക് സുഖദർശനത്തിനുള്ള അവസരമുണ്ട് എന്നത് കാര്യമാണ് അവർ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഇക്കാര്യങ്ങളിൽ ഷമി ചോദിച്ചോളൂ. സുജു, തീർച്ചയായിട്ടും അങ്ങേറ്റം നിലയ്ക്കലെ പാർക്കിംഗ് തൊട്ട് പമ്പയിൽ ചെറിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള അവസരം ഹൈക്കോടതി നൽകി. അതിനുശേഷം എല്ലാ കാര്യത്തിലും ഇത്രയും പ്ലാനിങ്ങോടുകൂടി ഒരു തീർത്ഥാടന കാലം എന്തെങ്കിലുമൊക്കെ അലമ്പുണ്ടാക്കാമെന്ന് പ്രതീക്ഷിച്ചിരുന്നവരാകെ നിരാശരായി പോവുകയായിരുന്നു. ഓരോ ഭക്തൻ്റെയും അഭിപ്രായം നമുക്കത് വ്യക്തമാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതുതന്നെയാണ്. ഇതിനെ ഒരു സുവർണാവസരമാക്കാൻ ആദ്യഘട്ടത്തിൽ ചില ആളുകൾ ശ്രമം നടത്തി വീണ്ടും. എന്നാൽ അതിലെല്ലാം പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് ശബരിമലയിൽ കാണാൻ സാധിക്കുന്നത്. ഈ കുട്ടിയുടെ വരവ് തന്നെ എന്ത് സന്തോഷത്തോടെയാണ് അത് 18-ാം പടി ചവിട്ടി അവർ വരുന്ന ഒരു കാഴ്ച. ആ തീർത്ഥാടകരെ പ്രധാനമായി ഏറ്റവും ആയാസമേറിയ ജോലി പോലീസ് ഉദ്യോഗസ്ഥർക്ക്. തീർച്ചയായും സുജു, ഭക്തന്മാരെല്ലാം വളരെ സന്തോഷത്തോടു കൂടി തന്നെ ദർശനം നടത്തി മടങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശബരിമലയിൽ നിന്ന് സുജുവാണ് വിവരങ്ങൾ നൽകിയത്.